ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് AI ഉപയോഗിച്ച് റീഡിംഗ് മെറ്റീരിയൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നാണ്. ആ ഒരു AI ടൂളിൻ്റെ പേരാണ് ക്വസ്റ്റ്യൻ വെൽ. ആദ്യം ഗൂഗിളിൽ പോയി ക്വസ്റ്റ്യൻ വെൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ടോപ്പിക് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി വേണം സൈൻ ഇൻ ചെയ്യാൻ. ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പണായി വരും. അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ, പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 5 or 10. ക്വസ്റ്റ്യൻസ് അബൌട്ട് സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. പിന്നെ നിങ്ങൾക്ക് ഗ്രേഡ് ലെവൽ സെലക്ട് ചെയ്യണം. ഇവിടെ ഞാനിപ്പം 7th ഗ്രേഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ബേസ്ഡ് ഓൺ എന്ന സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ്, യൂട്യൂബ്, വെബ്സൈറ്റ് എന്ന ഓപ്ഷൻസ് കാണാൻ പറ്റും. ബാക്കി രണ്ടും പ്രോ ആണ്. ഇനി ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റീഡിംഗ് മെറ്റീരിയൽ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോണ്ടൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ChatGPT Copilot വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾ യൂട്യൂബ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദി കോണ്ടൻറ്റ്. അത് സെലക്ട് ചെയ്ത് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെയായിട്ട് നിങ്ങൾക്കിവിടെ ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ പറ്റും. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡിംഗ് മെറ്റീരിയൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടോപ്പിക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ വെബ്സൈറ്റ്സ് ഓപ്പണായി വരും. സോ ഏതാണ് റെലവൻറ്റ് വൺ അത് നമുക്ക് സെലക്ട് ചെയ്ത് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കോണ്ടൻറ്റ് ജനറേറ്റ് ആയി വരും. സോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ മതി. ഇനി നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ റീഡിംഗ് മെറ്റീരിയൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജനറേറ്റ് റീഡിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI സ്വന്തമായിട്ട് ഒരു റീഡിംഗ് മെറ്റീരിയൽ ജനറേറ്റ് ചെയ്ത് തരും. എല്ലാം ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം സേവ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന റീഡിംഗ് മെറ്റീരിയലാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസ്ഡ് ഓൺ ടെക്സ്റ്റ്, പിന്നെ ജനറേറ്റ് ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റീഡിംഗ് മെറ്റീരിയലാണ് കാണാൻ പറ്റുന്നത്. റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ലേണിംഗ് ഔട്ട്കംസ് എന്ന് കാണാൻ പറ്റും. സോ അത് നമുക്ക് സ്റ്റുഡൻസിന് അസൈൻ ചെയ്യാൻ പറ്റും. ഇനി അതിന് താഴെയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത് അത്രയും അവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ 10 കൊടുത്തിരുന്നത്. സോ 10 ക്വസ്റ്റ്യൻസ് എനിക്കിവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 8 ക്വസ്റ്റ്യൻസ് നമുക്ക് ഷെയർ ചെയ്യണം. സോ നമുക്കവിടെ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അത് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൊത്തം 10 ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യണമെങ്കിൽ സെലക്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈവൻ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണ്ട. സോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വിത്ത് ഓപ്ഷൻസ് ആൻഡ് ആൻസർ. ഈവൻ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് വിത്ത് ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പോർട്ട് ചെയ്യാം. സോ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്വിസീസ് ഉണ്ട്, കാഹൂത്ത് ഉണ്ട്, പിന്നെ ബുക്ക്ലെറ്റ് ഉണ്ട്, ഗൂഗിൾ ഫോംസ്, മൈക്രോസോഫ്റ്റ് ഫോംസ്, ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഗൂഗിൾ ഫോംസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ ഫോംസ് സെലക്ട് ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. വ്യൂ ഇൻ ഗൂഗിൾ ഫോംസ് എന്ന് സെലക്ട് ചെയ്യാം. ഗൂഗിൾ ഫോംസ് ജനറേറ്റ് ആയി വരും. സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.